കൃത്യം. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ തത്വങ്ങൾ ഒരു ഫാമിൽ പ്രാക്ടിക്കലായി അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫാം മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഇതിന് വളരെ കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ലക്ഷ്യം എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ പരമാവധി ലാഭം ഉണ്ടാക്കുക എന്നത് തന്നെയാണ്. അതെ, ഏതൊരു ബിസിനസിനെയും പോലെ തന്നെ. എന്നാൽ രണ്ടാമത്തെ കാര്യം കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. കയ്യിലുള്ള വിഭവങ്ങളുടെ ഏറ്റവും മികച്ച ഉപയോഗം. അവിടെയാണ് പലർക്കും തെറ്റുപറ്റുക. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് റിസ്ക് കുറയ്ക്കുക എന്നത്. ആ, റിസ്ക് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണല്ലോ. ഈ കാലാവസ്ഥ ചതിച്ചു, അല്ലെങ്കിൽ പച്ചക്കറിക്ക് വിലയിടിഞ്ഞു എന്നൊക്കെ. അതെ. അപ്പൊ ഒരു സ്മാർട്ടായ ഫാം മാനേജർ എന്ത് ചെയ്യും? അവർ ഒരു കൃഷി മാത്രം ചെയ്യില്ല. അവർ പലതരം കൃഷികൾ ഒരുമിച്ച് ചെയ്യും. ഇതിനെ നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് വിളിക്കും. ഒപ്പം അവർ കൃഷിക്ക് ഇൻഷുറൻസ് പരിരക്ഷ എടുക്കും. അപ്പോ നഷ്ടം വരാനുള്ള സാധ്യത അവർ മുൻകൂട്ടി കണ്ട് കുറയ്ക്കുകയാണ്. തീർച്ചയായും. കൂടാതെ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ലോങ് ടേം പ്ലാനിംഗ്, പിന്നെ കർഷകന്റെ സ്വന്തം ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമാണ്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു സാധാരണ കൃഷിക്കാരൻ എന്ന് പറയുന്നതിനേക്കാൾ ഇതൊരു സ്റ്റാർട്ടപ്പ് നടത്തുന്ന ഒരു സിഇഒയുടെ ഹോളാണ് എന്നാണ്. അതൊരു നല്ല കമ്പാരിസൺ ആണ്. കാരണം ഇതിന്റെ വ്യാപ്തി ഒന്ന് നോക്കൂ. ഏത് വിള തിരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കുന്നത് തൊട്ട് അത് എവിടെ കൊണ്ടുപോയി വിൽക്കണം എന്ന് വരെ പ്ലാൻ ചെയ്യണം. എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം, ഏത് ടെക്നോളജിയാണ് അതിന് ഏറ്റവും അനുയോജ്യം, ഇതിനൊക്കെയുള്ള ഫണ്ട് ഇവിടെ നിന്ന് കണ്ടെത്തും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി എഴുതി സൂക്ഷിക്കൽ. അതെ, കണക്കുകൾ. ഇതിനൊക്കെ വലിയൊരു സ്കിൽ ആവശ്യമില്ലേ? വെറുതെ മണ്ണിലിറങ്ങി പണിയെടുത്താൽ പോരല്ലോ. അതാണ് ഇതൊരു സങ്കീർണമായ പ്രക്രിയയാണെന്ന് നമ്മൾ പറയുന്നത്. വിഭവങ്ങൾ വളരെ ലിമിറ്റഡ് ആയിരിക്കുമ്പോൾ അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കാൻ ചില സാമ്പത്തിക തത്വങ്ങളുടെ സഹായം ആവശ്യമാണ്. ആ തത്വങ്ങളാണ് നമ്മൾ ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഈ വിവരങ്ങളിൽ പറയുന്ന തത്വങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയാൽ അത് കൃഷിയിൽ മാത്രമല്ല, നമ്മുടെയൊക്കെ സ്വന്തം ജീവിതത്തിലും ബിസിനസ്സിലുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് എന്നെയും വളരെ ആകർഷിച്ചത്. അപ്പോൾ നമുക്ക് ആ തത്വങ്ങളിലേക്ക് കടക്കാം. ഈ സ്രോതസ്സുകളിൽ പറയുന്ന ആദ്യത്തെ തത്വം ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ലളിതമായി പറഞ്ഞാൽ ഒന്ന് മാറ്റി മറ്റൊന്ന് വെക്കുക. നമ്മുടെ ഉൽപാദനം ഒട്ടും കുറയാൻ പാടില്ല, എന്നാൽ ചെലവ് കുറയുകയും വേണം. ഇതിനുവേണ്ടി ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന ഒരു സാധനത്തിന് പകരം മറ്റൊന്ന് ഉപയോഗിക്കുന്ന ഒരു രീതിയാണിത്. അതെ, ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇത് കൂടുതൽ വ്യക്തമാകും. ഇപ്പോ തൊഴിലാളികളുടെ കൂലി വലിയ രീതിയിൽ കൂടുകയാണെന്ന് വെക്കുക. അപ്പോൾ കർഷകർ എന്ത് ചെയ്യും? അവർക്ക് പകരം ഒരു ട്രാക്ടർ ഇറക്കും. കൃത്യം. അല്ലെങ്കിൽ ഇപ്പോ വെള്ളം ഭയങ്കരമായി ലാഭിക്കേണ്ട ഒരു സമയമാണെങ്കിൽ സാധാരണ പോലെ പാടം മുഴുവൻ വെള്ളം തുറന്നു വിടുന്നതിന് പകരം ഡ്രിപ്പ് ഇറിഗേഷൻ പോലെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരും. രാസവളത്തിന് പകരം ജൈവവളം ഉപയോഗിക്കുന്നത് മറ്റൊരു ഉദാഹരണമാണ്. കേൾക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. ഒരു സാധാരണ കർഷകന് പെട്ടെന്നൊരു ദിവസം രാവിലെ എഴുന്നേറ്റ് വന്ന്, ശരി, ഇന്നു മുതൽ ഞാൻ പണിക്കാരെ നിർത്തി ട്രാക്ടർ വാങ്ങാൻ പോവുകയാണ് എന്ന് തീരുമാനിക്കാൻ പറ്റുമോ? അതിന് ഭയങ്കര പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകളില്ലേ? വളരെ കൃത്യമായ ഒരു ചോദ്യമാണിത്. പെട്ടെന്നൊരു ദിവസം അങ്ങനെ മാറ്റാൻ ആർക്കും പറ്റില്ല. അവിടെയാണ് നമ്മൾ ഈ എക്കണോമിക്സ് കൃത്യമായി ഉപയോഗിക്കേണ്ടത്. നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഒരു കർഷകൻ തന്റെ കണക്ക് പുസ്തകം തുറന്നു വെച്ച് നോക്കുകയാണ്. ഒരു വശത്ത് പണിക്കാർക്ക് കൊടുക്കേണ്ട ദിവസക്കൂലി, അവർക്കുള്ള ഭക്ഷണം, അവരുടെ സമയം. മറുവശത്ത് ഒരു ട്രാക്ടർ വാടകയ്ക്ക് എടുക്കുകയോ വാങ്ങുകയോ ചെയ്യുമ്പോഴുള്ള ചിലവ്, അതിനുള്ള ഡീസൽ ചാർജ്, മെയിന്റെനൻസ്. എന്നിട്ട് ഇതിൽ ഏതാണ് ലാഭം എന്ന് നോക്കും. അതെ, ഇതിൽ ഏതെടുത്താലും ഫാമിൽ കിട്ടുന്ന ഉൽപാദനം ഒന്നാണ്. അപ്പോൾ ഈ കർഷകൻ നോക്കുന്നത് ഇതിൽ ഏത് കോമ്പിനേഷൻ ഉപയോഗിച്ചാലാണ് പോക്കറ്റിൽ നിന്ന് പോകുന്ന കാശ് ഏറ്റവും കുറഞ്ഞിരിക്കുക എന്നാണ്. അപ്പോൾ ഒരു ബാലൻസിംഗ് ആക്ട് ആണ് അവിടെ ശരിക്കും നടക്കുന്നത്. അതെ, ഈ ഒരു പ്രക്രിയയെ സാമ്പത്തിക ശാസ്ത്രത്തിൽ വിശദീകരിക്കാൻ ഉപയോഗിക്കുന്ന ചില രസകരമായ ടേമുകളുണ്ട്. ഐസോക്വാന്റ്, പിന്നെ ഐസോകോസ്റ്റ്. ആഹാ, ഈ ടേമുകൾ കേൾക്കുമ്പോൾ തന്നെ വലിയ ഗണിത ശാസ്ത്രം പോലെ തോന്നും. പക്ഷേ സംഭവം സിമ്പിൾ ആണ്. ഐസോക്വാന്റ് എന്ന് പറയുന്നത് ഒരേ അളവിൽ വിളവ് തരുന്ന പലതരം ഇൻപുട്ടുകളുടെ ഒരു ഗ്രാഫാണ്. അതായത് 10 പണിക്കാരും ഒരു ട്രാക്ടറും ഉപയോഗിച്ചാലും 100 കിലോ നെല്ല് കിട്ടും. അല്ലെങ്കിൽ 2 പണിക്കാരും 3 ട്രാക്ടറും ഉപയോഗിച്ചാലും 100 കിലോ നെല്ല് കിട്ടും എന്ന് വെക്കുക. ഇതിൽ ഏത് കോമ്പിനേഷനും ആവാം, അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ.
ഒരേ ഉൽപാദനം തരുന്ന കോമ്പിനേഷനുകൾ. ഇനി ഐസോ കോസ്റ്റ് എന്താണെന്ന് നോക്കാം. അത് നമ്മുടെ ബജറ്റ് ആണ്. നമ്മുടെ കയ്യിലുള്ള കാശ് വെച്ച് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളുടെ അളവ്. ഓക്കെ, അപ്പൊ നമ്മുടെ പോക്കറ്റിലെ കാശ്. അതെ, ഈ രണ്ട് കാര്യങ്ങളും, അതായത് ഒരേ ഉൽപാദനം തരുന്ന കോമ്പിനേഷനും നമ്മുടെ ബജറ്റിന് ഒതുങ്ങുന്ന കോമ്പിനേഷനും എവിടെയാണോ കൃത്യമായി സന്ധിക്കുന്നത്, ആ പോയിന്റിലാണ് കർഷകന് ഏറ്റവും മികച്ച ലാഭം കിട്ടുന്നത്. ആ, മനസ്സിലായി. സാങ്കേതികമായി ഇതിനെ മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് MRTS എന്ന് വിളിക്കും. വാവ്, അപ്പോൾ വെറുതെ ഒരു ട്രാക്ടർ കണ്ടു, അത് വാങ്ങി ഉപയോഗിച്ചു എന്നല്ല, അതിന് പിന്നിൽ ഇത്രയും വലിയൊരു കണക്കുകൂട്ടലുണ്ട്. പക്ഷെ ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ രണ്ട് സാധനങ്ങളും പരസ്പരം മാറ്റാൻ പറ്റുന്നവയായിരിക്കണമല്ലോ. ഇപ്പോ വിത്തിന് പകരം ട്രാക്ടർ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. തീർച്ചയായും ഇല്ല. അവ സാങ്കേതികമായി പരസ്പരം മാറ്റിവെക്കാൻ കഴിയുന്നവയായിരിക്കണം. ഒപ്പം അവയുടെ വിലകൾ തമ്മിൽ ഒരു വ്യത്യാസവും ഉണ്ടായിരിക്കണം. ഈ തത്വം കർഷകരെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണത്? പെട്ടെന്ന് അസംസ്കൃത വസ്തുക്കളുടെ വില കൂടുമ്പോഴോ തൊഴിലാളികളെ കിട്ടാതെ വരുമ്പോഴോ ഒക്കെ കൃഷി നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഫ്ലെക്സിബിലിറ്റിയാണ് അവരെ സഹായിക്കുന്നത്. കൃഷിയിലെ വലിയ രീതിയിലുള്ള യന്ത്രവൽക്കരണം സാധ്യമായത് തന്നെ ഈ ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന ചിന്തയിൽ നിന്നാണ്. അപ്പോൾ വിപണിയിലെ മാറ്റങ്ങൾ എപ്പോഴും നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. ഏത് രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയാലാണ് കാശ് ലാഭിക്കാൻ കഴിയുക എന്ന് നിരന്തരം അന്വേഷിക്കണം. അതെ, പക്ഷേ ആ ട്രാക്ടർ വാങ്ങാൻ ഉപയോഗിച്ച കാശ് വേറെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാമായിരുന്നില്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണിത്. ഇതാണ് നമ്മുടെ ഈ നോട്ട്സിലെ രണ്ടാമത്തെ തത്വത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അവസര ചെലവ് അഥവാ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതെ, ഈ കൺസെപ്റ്റ് എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. കാരണം ഇത് നമ്മൾ എല്ലാവരും എപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾ ഒരു കാര്യം തിരഞ്ഞെടുക്കുമ്പോൾ അതുവഴി നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന രണ്ടാമത്തെ മികച്ച ഓപ്ഷനിൽ നിന്നുള്ള വരുമാനമാണ് നിങ്ങളുടെ അവസര ചെലവ്. കൃത്യമാണ്. നമ്മുടെ കയ്യിലുള്ള സമയവും പണവും ഒക്കെ പരിമിതമാണല്ലോ. അപ്പോൾ ഒന്നിനു വേണ്ടി അത് ചെലവാക്കുമ്പോൾ മറ്റൊന്ന് നമ്മൾ വേണ്ടെന്ന് വെക്കുകയാണ്. 100% ശരിയാണ്. ഒരു ഫാം മാനേജറെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിർണായകമായ ഒരു തത്വമാണ്. പുതിയൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് പല ഓപ്ഷനുകൾ തമ്മിൽ താരതമ്യം ചെയ്യാൻ ഇത് സഹായിക്കുന്നു. സ്രോതസ്സിനുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇത് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാകുമെന്ന് തോന്നുന്നു. അതെ, ഉദാഹരണത്തിന് ഒരു കർഷകന്റെ കയ്യിൽ 1 ഏക്കർ ഭൂമിയുണ്ട്. അവിടെ എന്ത് കൃഷി ചെയ്യണം എന്നയാൾ ചിന്തിക്കുകയാണ്. അയാൾ അവിടെ വാഴ വെക്കാൻ തീരുമാനിച്ചു എന്ന് കരുതുക. വാഴ വെക്കുമ്പോ അയാൾക്ക് കിട്ടുന്ന ലാഭം അയാൾ നോക്കും. ശരി. എന്നാൽ അതേ ഭൂമിയിൽ അയാൾക്ക് നെല്ല് കൃഷി ചെയ്യാമായിരുന്നു. നെല്ല് കൃഷി ചെയ്തിരുന്നെങ്കിൽ അയാൾക്ക് കിട്ടുമായിരുന്ന ഒരു വരുമാനമുണ്ടല്ലോ. അതാണ് വാഴ വെക്കാനുള്ള അയാളുടെ അവസര ചെലവ്. ഇത് പറയുമ്പോൾ എനിക്ക് മറ്റൊരു കാര്യം കൂടി ഓർമ്മ വരുന്നുണ്ട്. ഈ സാമ്പത്തിക തത്വങ്ങളും യഥാർത്ഥ മനുഷ്യരുടെ വികാരങ്ങളും തമ്മിൽ എപ്പോഴും ഒരു ക്ലാഷ് ഉണ്ടാകാറില്ലേ? തീർച്ചയായും ഉണ്ടാകും. ഇപ്പോ താങ്കൾ പറഞ്ഞ ഈ നെല്ലിന്റെയും വാഴയുടെയും ഉദാഹരണം തന്നെ നോക്കൂ. ഒരുപക്ഷെ ആ കർഷകന്റെ കുടുംബം തലമുറകളായി നെൽകൃഷി ചെയ്യുന്നവരായിരിക്കാം. അദ്ദേഹത്തിന് ആ നെൽപ്പാടത്തോട് വല്ലാത്തൊരു വൈകാരികമായ അടുപ്പമുണ്ടാകും. സാമ്പത്തികമായി നോക്കുമ്പോ വാഴ കൃഷി ചെയ്യുന്നതായിരിക്കും ലാഭം. അതായത് നെൽകൃഷി ചെയ്യുമ്പോഴുള്ള അവസര ചെലവ് വളരെ വലുതായിരിക്കും. എങ്കിലും ഒരുപാട് പേര് ആ നഷ്ടം സഹിച്ച് നെൽകൃഷി തന്നെ തുടരുന്നത് നമ്മൾ കാണാറില്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണിത്. ഇക്കണോമിക്സ് എപ്പോഴും സംസാരിക്കുന്നത് നമ്പറുകളിലാണ്, ലാഭനഷ്ടങ്ങളിലാണ്. പക്ഷെ മനുഷ്യർ അങ്ങനെയല്ല. പാരമ്പര്യം, വൈകാരികമായ അടുപ്പം, ഇതൊക്കെ അവിടെ വരും. അതെ. എന്നാൽ ഫാം മാനേജ്മെന്റ് എന്ന സയൻസ് പറയുന്നത്, നിങ്ങൾ ആ വൈകാരികമായ തീരുമാനം എടുത്തോളൂ. പക്ഷെ അത് കാരണം നിങ്ങൾക്ക് എത്ര രൂപയുടെ നഷ്ടം അഥവാ അവസര ചെലവ് ഉണ്ടാകുന്നുണ്ടെന്ന് നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണമെന്നാണ്. അതായത് കണ്ണടച്ചിരുട്ടാക്കരുത്. അതെ, നിങ്ങൾ വൈകാരികമായി ഒരു തീരുമാനം എടുക്കുമ്പോൾ അവിടുത്തെ അദൃശ്യമായ ആ വില നിങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയണം. ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു ബിസിനസ് നിലനിൽക്കാൻ അത്യാവശ്യമാണ്. വളരെ ശരിയാണ്. ഈ അദൃശ്യമായ വിലയെക്കുറിച്ച് പറയുമ്പോഴാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ച ആ ട്രാക്ടറിന്റെ കാര്യം ഓർക്കുന്നത്. ഒരു കർഷകൻ ബാങ്കിൽ ഇട്ടിരുന്ന പണം എടുത്ത് ട്രാക്ടർ വാങ്ങുമ്പോൾ അയാൾക്ക് ട്രാക്ടർ കിട്ടുന്നുണ്ട്, പണി എളുപ്പമാകുന്നുണ്ട്. പക്ഷെ ആ പണം ബാങ്കിൽ തന്നെ കിടന്നിരുന്നെങ്കിൽ അയാൾക്ക് വർഷാവർഷം കിട്ടുമായിരുന്ന ഒരു പലിശയുണ്ടല്ലോ, അത് അയാൾക്ക് നഷ്ടപ്പെടുകയാണ്. ആ പലിശയാണ് അവിടെ അവസര ചെലവ്. കൃത്യമായി പറഞ്ഞാൽ അത് തന്നെയാണ് അവസര ചെലവ്. അതുപോലെ തന്നെ
സ്വന്തം പാടത്ത് രാവും പകലും പണിയെടുക്കുന്ന ഒരുപാട് കർഷകരുണ്ട്. അവരോട് ചോദിച്ചാൽ പറയും, എനിക്ക് പണിക്കൂലി കൊടുക്കണ്ടല്ലോ, അതുകൊണ്ട് ലാഭമാണ് എന്ന്. അതെ, പലരും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ അദ്ദേഹം ആ സമയം മുഴുവൻ മറ്റൊരാളുടെ പാടത്തോ അല്ലെങ്കിൽ വേറൊരു ജോലിയിലോ പോയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുമായിരുന്ന കൂലിയെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നില്ല. സ്വന്തം ഫാമിൽ പണിയെടുക്കുമ്പോഴുള്ള അവസര ചെലവാണത്. അതെ, നമ്മൾ കാണാത്ത കോസ്റ്റുകൾ നമ്മൾ കാണാൻ തുടങ്ങുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം. ലഭ്യമായ വിഭവങ്ങൾ ഏറ്റവും ലാഭകരമായി എവിടെ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കാൻ കർഷകരെ ഇത് നിർബന്ധിതരാക്കും. ഉം, ഒപ്പം വിഭവങ്ങൾ ദുരുപയോഗം ചെയ്യാതിരിക്കാനും ഏറ്റവും ലാഭകരമായ സംരംഭങ്ങൾ മാത്രം തിരഞ്ഞെടുക്കാനും ഈ ചിന്ത അവരെ സഹായിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ദിവസേനയുള്ള ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചുമ്മാ സ്ക്രോൾ ചെയ്ത് കളയുന്ന ആ ഒരു മണിക്കൂർ വേണമെങ്കിൽ നമുക്കൊരു പുതിയ കാര്യം പഠിക്കാൻ ഉപയോഗിക്കാമായിരുന്നു. അവിടെ നമ്മുടെ സമയമാണ് നമ്മൾ അവസര ചെലവായി കൊടുക്കുന്നത്. വളരെ നല്ലൊരു കമ്പാരിസൺ ആണത്. ഏതായാലും ഏതാണ് മികച്ച ഓപ്ഷൻ എന്ന് തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അടുത്ത തത്വത്തിലേക്ക് വരാം. മൂന്നാമത്തത് കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് അഥവാ ആപേക്ഷിക നേട്ടം എന്ന തത്വമാണ്. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ്. ഇതും ഭയങ്കര രസകരമാണ്. അതായത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുണ്ടാകാം, പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ അവസര ചെലവിൽ ഏറ്റവും കൂടുതൽ നേട്ടം തരുന്നത് ഏതാണോ അതിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇതാണല്ലോ ഇതിന്റെ അടിസ്ഥാന ആശയം. അതെ, പൂർണ്ണമായും ശരിയാണ്. ഇതൊരു വലിയ പിക്ചറിലേക്ക് നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു കർഷകന് ചിലപ്പോൾ സ്വന്തം പറമ്പിൽ നെല്ലും വാഴയും പച്ചക്കറികളും ഒക്കെ നന്നായി വിളയിക്കാൻ സാധിക്കുന്നുണ്ടാകാം. അതായത് എല്ലാത്തിലും കഴിവുണ്ട്. അതെ, സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇതിനെ സമ്പൂർണമായ കാര്യക്ഷമത അഥവാ അബ്സല്യൂട്ട് എഫിഷ്യൻസി എന്നാണ് പറയുന്നത്. പക്ഷെ എല്ലാം ചെയ്യാൻ കഴിവുണ്ട് എന്ന് വെച്ച് എല്ലാം ചെയ്യുന്നത് ബുദ്ധിയാണോ? അല്ല. അവിടെയാണ് ഈ കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് വരുന്നത്. കൃത്യം. അദ്ദേഹം നോക്കേണ്ടത് ഇതിൽ ഏത് കൃഷിയിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആപേക്ഷിക നേട്ടം അഥവാ റിലേറ്റീവ് എഫിഷ്യൻസി ഉള്ളത് എന്നാണ്. ഏത് കൃഷി ചെയ്താലാണ് മറ്റുള്ളവരുമായി മത്സരിച്ച് എനിക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുക എന്ന് അദ്ദേഹം കണ്ടെത്തണം. ഇതിലെ ഈ നോട്ട്സിൽ കൊടുത്തിരിക്കുന്ന ഉദാഹരണങ്ങള് എനിക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റി. നമ്മളിപ്പോ നല്ല ഫലഭൂയിഷ്ടമായ ഇഷ്ടം പോലെ വെള്ളമുള്ള ഒരു പ്രദേശത്താണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അവിടെ നെൽകൃഷി ചെയ്യുന്നതാണ് ഏറ്റവും ബുദ്ധി. അവിടെ പോയി ഞാൻ വേറെന്തെങ്കിലും പരീക്ഷിക്കാൻ നിന്നാൽ അത് മണ്ടത്തരമാവും. തീർച്ചയായും ഭൂമിയുടെ കിടപ്പ് വളരെ പ്രധാനമാണ്. അതുപോലെ മലയോര പ്രദേശങ്ങള്, ഹൈ റേഞ്ച് ഒക്കെ എടുത്താൽ അവിടെ തേയില, കാപ്പി, ഏലം പോലെയുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾക്കാണ് കൂടുതൽ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ളത്. അവിടെ പോയി നെല്ല് വിതച്ചിട്ട് കാര്യമില്ല. ഇത് വെറും സ്ഥലത്തിന്റെ മാത്രം കാര്യമല്ല കേട്ടോ, വ്യക്തികളുടെ കഴിവുകൾക്കും ഇത് ബാധകമാണ്. അതെ, വ്യക്തികളുടെ സ്കില്ലുകളും വിഭവങ്ങളും ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ചില കർഷകർക്ക് ഡയറി ഫാം അതായത് പശു വളർത്തൽ നടത്തുന്നതിൽ വലിയൊരു മിടുക്കുണ്ടാകും. അവർക്ക് നല്ല ഇനം പശുക്കൾ ഉണ്ടാകും, പാലുൽപാദനത്തെ കുറിച്ച് നല്ല അറിവുണ്ടാകും. അങ്ങനെയുള്ള ഒരാൾ തന്റെ സമയവും ഊർജവും മുഴുവൻ പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുന്നതിനേക്കാൾ നല്ലത് ഈ ഡയറി ഫാമിൽ തന്നെ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്. അപ്പോഴാണ് അവർക്ക് ഏറ്റവും ഉയർന്ന വരുമാനം ലഭിക്കുക. അതായത് സ്പെഷ്യലൈസേഷൻ. അതെ, ഇത് ഫാം മാനേജ്മെന്റിലെ സ്പെഷ്യലൈസേഷനെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നു. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വ്യക്തികൾ ചെയ്യുന്നത് പോലെ രാജ്യങ്ങളും സംസ്ഥാനങ്ങളും ഒക്കെ ഇത് തന്നെയാണല്ലോ ചെയ്യുന്നതെന്ന് തോന്നിപ്പോകുന്നു. അതല്ല, കാർഷിക മേഖലയിലെ പ്രാദേശിക ആസൂത്രണം നടക്കുന്നത് തന്നെ ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. ശരിയാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചില പ്രദേശങ്ങളിൽ മാത്രം റബ്ബർ കൂടുതലായി ഉള്ളത്, അല്ലെങ്കിൽ ചിലയിടത്ത് മാത്രം കരിമ്പ് കൃഷി ചെയ്യുന്നതെന്ന്? അവിടെ ആ വിളകൾക്കാണ് ആപേക്ഷിക നേട്ടമുള്ളത്. കറക്റ്റ്. ഓരോ പ്രദേശത്തിനും അതിൻ്റെതായ കാർഷിക കാലാവസ്ഥ സാഹചര്യങ്ങളുണ്ട്. അതിന് ഏറ്റവും അനുയോജ്യമായ വിളകളിൽ അവർ സ്പെഷ്യലൈസ് ചെയ്യാണ്. വിളകളുടെ അടിസ്ഥാനത്തിൽ ഭൂമിയെ തരംതിരിക്കുന്നതിനും, അതായത് ക്രോപ്പ് സോണിംഗ് എന്ന് പറയും, ഇതിനും ഈ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തന്നെയാണ് അടിസ്ഥാനം. അങ്ങനെ വരുമ്പോൾ മൊത്തത്തിലുള്ള ഉൽപാദനക്ഷമത വർദ്ധിക്കുകയും എല്ലാവർക്കും അതിന്റെ സാമ്പത്തിക ഗുണം ലഭിക്കുകയും ചെയ്യുമല്ലേ? അതെ, അതാണ് ആത്യന്തികമായി സംഭവിക്കുന്നത്. വളരെ മനോഹരമായി ആ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റി. അപ്പോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളൊന്ന് ചുരുക്കി നോക്കാം. ഫാം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഏതോ ഒരു കർഷകൻ പാടത്ത് ചെയ്യുന്ന കാര്യം മാത്രമല്ല. ഒരിക്കലുമല്ല.
അത് വിഭവങ്ങളെയും ചെലവുകളെയും ലാഭത്തെയും കുറിച്ചുള്ള വളരെ കൃത്യമായ ഇക്കണോമിക്സ് ആണ്. ഒരു ഇൻപുട്ടിന് പകരം മറ്റൊന്ന് വെച്ച് എങ്ങനെ ചെലവ് കുറയ്ക്കാമെന്ന് ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ നമ്മൾ കണ്ടു. ഒരു കാര്യം തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ കാണാതെ പോകുന്ന നഷ്ടങ്ങളെ കുറിച്ച് അവസര ചെലവ് നമ്മളെ ബോധ്യപ്പെടുത്തി. പിന്നെ നമുക്ക് ഏറ്റവും മികച്ച നേട്ടം നൽകുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് നമ്മളെ പഠിപ്പിച്ചു. ഇത് കേൾക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തത്വങ്ങളൊക്കെ നിങ്ങളുടെ ബിസിനസ്സിലോ കരിയറിലോ സ്വന്തം സമയത്തിന്റെ മാനേജ്മെന്റിലോ ഒക്കെ വളരെ കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും. പിന്നെ ഈ ഒരു ചർച്ചയുടെ അവസാനത്തിൽ നമ്മൾ എല്ലാവരും വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണത്? നമ്മൾ കുറച്ചു മുമ്പ് ഈ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജിനെയും കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള വിളകളെയും കുറിച്ചൊക്കെ സംസാരിച്ചല്ലോ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. കാലാവസ്ഥാ വ്യതിയാനം കാരണം ഇന്ന് ലോകമെമ്പാടുമുള്ള പ്രദേശങ്ങളുടെ കാലാവസ്ഥ വളരെ പെട്ടെന്നാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതെ, വലിയ മാറ്റങ്ങളാണ് നടക്കുന്നത്. ഇന്നലെ വരെ നല്ല മഴ ലഭിച്ചിരുന്ന പ്രദേശങ്ങളിൽ ഇന്ന് കടുത്ത വരൾച്ചയാണ്. തണുപ്പുണ്ടായിരുന്ന ഹൈറേഞ്ചുകളിൽ പോലും ഇന്ന് കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ സ്രോതസ്സുകളിൽ പറയുന്ന കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജിന്റെ ആഗോള ഭൂപടം വരും ദശകങ്ങളിൽ നമുക്ക് പൂർണ്ണമായി മാറ്റിയെഴുതേണ്ടി വരില്ലേ? അത് ശരിയാണല്ലോ. ഇന്നത്തെ നമ്മുടെ കൃഷി രീതികൾ നാളെ അപ്രസക്തമായാൽ അത് നമ്മുടെ ഭാവിയിലെ ഭക്ഷ്യ സുരക്ഷയെ എങ്ങനെയായിരിക്കും ബാധിക്കുക? ഇതൊരു വലിയ ചോദ്യമാണ്. ഭയങ്കര പ്രസക്തമായ ഒരു ചോദ്യമാണത്. നമ്മൾ തീർച്ചയായും ചിന്തിക്കേണ്ട ഒന്നാണത്. ഈ സങ്കീർണമായ വിഷയങ്ങൾ ഇത്രയും ലളിതമായി നമ്മൾക്ക് മനസ്സിലാക്കി തന്നതിന് ഒരുപാട് നന്ദി. ഒപ്പം ഈ ഒരു ഡീപ് ഡൈവിലൂടെ കടന്നുപോയതിന് നിങ്ങൾക്കും വലിയൊരു നന്ദി. വീണ്ടും കാണാം.